നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് വീട്ടി നൽകിയ സംഭാവനകൾ അതുല്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ചരിത്രത്തിൽ തന്നെ വിശിഷ്ട സാഹിത്യകൃതികൾ നമുക്ക് ലഭിക്കാനായത് വീട്ടിയിലൂടെയാണെന്നും മുഖ്യമന്ത്രി. വീട്ടി ഭട്ടതിരിപ്പാട് സാംസ്കാരിക സമുച്ചയം നാട്ടിൽ സമർപ്പിച്ച മുഖ്യമന്ത്രി. എൻ്റെ കേരളം തൃശൂർ ജില്ലാ പ്രദർശന വിപണന മേളയ്ക്ക് തൃശൂരിൽ തുടക്കം. വർണ്ണാഭമായ ഘോഷയാത്രയിൽ പങ്കെടുത്തത് നിരവധി പേർ. പരമ്പരാഗത കൃഷിരീതി മുതൽ നൂതന ആശയമായ വി പാർക്ക് വരെ മേളയിൽ സെൽഫി പോയിന്റുകളായി സ്റ്റാളുകൾ. ലഹരിക്കെതിരെ ലക്ഷങ്ങൾ ചെലവഴിച്ച പദ്ധതികളും ബോധവൽക്കരണവും സംഘടിപ്പിക്കുന്ന സർക്കാർ. ലഹരി കേസ് പ്രതി വേടന്റെ സംഗീത നിശ സംഘടിപ്പിച്ചതിന് എക്സൈസ് വകുപ്പ് മന്ത്രി മറുപടി പറയണമെന്ന് പാലക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കൃഷ്ണദാസ്. സംഗീത നിശയിൽ കോട്ടമൈതാനത്ത് പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളുമെന്നും വൈസ് ചെയർമാൻ. സംഗീത നിശയ്ക്ക് ശേഷം നൂറുകണക്കിന് മദ്യക്കുപ്പികളാണ് കണ്ടെടുത്തതെന്നും നഗരസഭാ വൈസ് ചെയർമാൻ. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് വീട്ടി നൽകിയ സംഭാവനകൾ അതുല്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ചരിത്രത്തിൽ തന്നെ വിശിഷ്ട സാഹിത്യകൃതികൾ ചിലത് നമുക്ക് ലഭിക്കാനിടയായത് വീട്ടിയിലൂടെയാണെന്നും അദ്ദേഹം പറഞ്ഞു. വീട്ടി ഭട്ടതിരിപ്പാട് സാംസ്കാരിക സമുച്ചയം നാടിന് സമർപ്പിച്ച പാലക്കാട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പാലക്കാട് മെഡിക്കൽ കോളേജിന് സമീപം യാക്കരയിലാണ് വീട്ടി ഭട്ടതിരിപ്പാട് സാംസ്കാരിക സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ വിശേഷിച്ച് പാലക്കാടിന്റെ സാംസ്കാരിക രംഗത്തിന് ഈടുറ്റ സംഭാവന നൽകുന്ന ഒന്നാകും സമുച്ചയവും അനുബന്ധ പ്രവർത്തനങ്ങളും. എണ്ണം പറഞ്ഞ നാടകങ്ങൾ, സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കണ്ണീരും കിനാവും എന്ന ആത്മകഥ, ശ്രദ്ധേയമായ കഥകൾ എന്നിവ വീട്ടിയുടെ തൂലികയിൽ നിന്ന് പിറന്നു. കേരള ചരിത്രത്തിൽ തന്നെ വിശിഷ്ട സാഹിത്യകൃതികളിൽ ചിലത് നമുക്ക് ലഭിക്കാനിടയായത് വീട്ടിയിലൂടെയാണ്. കലയും സാഹിത്യവുമൊക്കെ സാമൂഹ്യ ജീവിതത്തിന്റെ മേൽക്കൂര മാത്രമേ ആകുന്നുള്ളൂവെന്നും അത് നിലനിൽക്കണമെങ്കിൽ ഭൗതിക ജീവിത സാഹചര്യങ്ങളുടേതായ അടിത്തറ ഉണ്ടാകേണ്ടതാണെന്ന് വിശ്വസിച്ചിരുന്നവരാണ് വീട്ടിയടക്കമുള്ള നവോത്ഥാന നായകർ. സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതനിരപേക്ഷതയും സോഷ്യലിസ്റ്റ് സങ്കല്പവും ഇല്ലാതായാൽ കലയ്ക്കും സാഹിത്യത്തിനും നിലനിൽക്കാനാകില്ല. ഭദ്രമായ സാമൂഹ്യ അന്തരീക്ഷത്തിൽ മാത്രമേ കലയ്ക്ക് എല്ലാ തലത്തിലും നിലനിൽക്കാനാകൂ എന്ന് നാം മനസ്സിലാക്കണം. സമൂഹത്തിനു വേണ്ടി നിലനിൽക്കുമ്പോൾ തന്നെ കലയ്ക്ക് വേണ്ടി നിലനിൽക്കുകയാണെന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാന പങ്കുവഹിച്ച നാടാണ് പാലക്കാട്. വാഴയങ്കട കുഞ്ഞുനായരെയും മണിമാധവ ചാക്യാരെയും കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തിന് സംഭാവന ചെയ്ത നാടാണ് പാലക്കാട്. കഥകളിയിലെ കല്ലുവടി സമ്പ്രദായം രൂപപ്പെടുന്നത് ഈ പാലക്കാട്ടെ കുളപ്പമണ്ണ മനയിലാണ്. കർണാടക സംഗീതത്തിന് ഈടുറ്റ സംഭാവന നൽകിയ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ജനിച്ചത് ഈ മണ്ണിലാണ്. മൃദംഗ മാതൃകയായ മണിയയ്യരുടെയും ജന്മനാടാണ് പാലക്കാട്. 5 ഏക്കറിൽ 68 കോടി ചെലവിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയാണ് സാംസ്കാരിക സമുച്ചയം നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 1 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള സമുച്ചയത്തിൽ ആധുനിക ലൈറ്റിംഗ്, സൗണ്ട്, പ്രൊജക്ഷൻ സംവിധാനങ്ങൾ എന്നിവ അടങ്ങിയ AV തിയേറ്റർ, ബ്ലാക്ക് ബോക്സ് തിയേറ്റർ, ശില്പശാലകൾക്കുള്ള വേദി, ക്രാഫ്റ്റ് മ്യൂസിയം എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനോഹരമായ ഉദ്യാനവും വിശാലമായ പാർക്കിംഗ്, കഫ്റ്റീരിയ സൗകര്യങ്ങളും ചേർന്നതാണ് സാംസ്കാരിക സമുച്ചയം. കേരളത്തിൻ്റെ തനതായ സാംസ്കാരിക പാരമ്പര്യത്തെ പരിപോഷിപ്പിച്ചും നവോത്ഥാന ആശയങ്ങളുടെ തുടർച്ച ഉറപ്പുവരുത്തുകയും തുടങ്ങി നല്ല ഇടപെടലുകളാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് മത്സ്യബന്ധന, സാംസ്കാരിക, യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. വീട്ടി ഭട്ടതിരിപ്പാട് സാംസ്കാരിക സമുച്ചയ ഉദ്ഘാടന പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ സാംസ്കാരിക നിലയങ്ങൾ പൂർത്തീകരിച്ചു. കൊല്ലം ജില്ലയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയത്തിലുള്ള സാംസ്കാരിക കേന്ദ്രം ഇതിനകം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ സാംസ്കാരിക കേന്ദ്രം പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിനായി ഒരുങ്ങുകയാണെന്നും മന്ത്രി പറഞ്ഞു. കൂടാതെ 6 ജില്ലകളിൽ സാംസ്കാരിക കേന്ദ്രം നിർമ്മിക്കുന്നതിനായി 5 ഏക്കർ സ്ഥലം വീതം ഏറ്റെടുത്തു കഴിഞ്ഞു. സിനിമ, സീരിയൽ രംഗത്തുള്ള പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്, VK ശ്രീകണ്ഠൻ MP, MLA മാരായ രാഹുൽ മാങ്കൂട്ടത്തിൽ, K ബാബു, KD പ്രസേനൻ, K പ്രേംകുമാർ, K ശാന്തകുമാരി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനിമോൾ, വാർഡ് കൗൺസിലർ ധന്യ ഉണ്ണികൃഷ്ണൻ, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ S അയ്യർ, ജില്ലാ കളക്ടർ G പ്രിയങ്ക, ഡെപ്യൂട്ടി ഡയറക്ടർ സിനി K തോമസ്, മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ, വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ മകൻ VT വാസുദേവൻ, OV വിജയൻ സ്മാരക സെക്രട്ടറി TR അജയൻ, കുഞ്ചൻ നമ്പ്യാർ സ്മാരകം ചെയർമാൻ K ജയദേവൻ, KFDC മാനേജിംഗ് ഡയറക്ടർ PS പ്രിയദർശൻ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തൃശ്ശൂരിൽ തുടക്കമായി. മേളയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. സെൽഫി പോയിന്റായി മാറിയിരിക്കുകയാണ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളുടെ സ്റ്റാളുകൾ. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തൃശ്ശൂരിൽ തുടക്കമായി. തേക്കിൻകാട് മൈതാനത്ത് വിദ്യാർത്ഥി കോർണറിൽ നടക്കുന്ന മേള മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. അത്ഭുതപ്പെടുത്തുന്ന നിരവധി കേരള മോഡലുകൾ കഴിഞ്ഞ 9 വർഷത്തിൽ സാധ്യമാക്കിയാണ് പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ആധുനിക കാലത്ത് പക്ഷേ ലോകം അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള നടപടികളിലൂടെ നിരവധി കേരള മോഡലുകൾ ഉണ്ടാക്കാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 9 വർഷക്കാലം ഈ കേരളത്തിന് സാധ്യമായി എന്ന അനുഭവത്തിന്റെ കരുത്തോടെയാണ് നാം ആ ഗവൺമെന്റിനെ 10ാം വർഷത്തിലേക്ക് നയിക്കുന്നത്. ദുഃഖാർത്ഥമായിട്ടുള്ള ഓർമ്മകളുടെ നീറുന്ന കാലമാണ് 9 വർഷക്കാലം മുമ്പ് നമുക്കുണ്ടായത്. 600 രൂപ മാത്രം കിട്ടിയിരുന്ന ക്ഷേമ പെൻഷൻ 18 മാസക്കാലം ലഭ്യമല്ലാതെ ലഭ്യമാകുന്ന ക്ഷേമ പെൻഷനെ കാത്തിരുന്ന് കണ്ണു കടച്ച് 18 മാസവും അത് ലഭ്യമാകാതെ നീറി മരിച്ച ആയിരക്കണക്കിന് മനുഷ്യരുടെ കനകതല്ലാത്ത ചിതകളായിരുന്നു 9 വർഷക്കാലം മുമ്പ് കേരളത്തിന്റെ സമ്പാദ്യമെങ്കിൽ ആ 600 രൂപ 1600 രൂപയായി വർദ്ധിപ്പിച്ച് എല്ലാ മാസവും കൃത്യമായി കേരളത്തിലെ 60 വയസ്സ് കഴിഞ്ഞ് 62 ലക്ഷം മനുഷ്യരുടെ കൈകളിലേക്ക് എത്തിക്കുന്ന അത്ഭുതകരമായ മാജിക്കിന് സാക്ഷ്യം വഹിച്ച 9 വർഷക്കാലമാണ് കേരളത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിഞ്ഞത് എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. MLA-മാരായ AC മൊയ്തീൻ, മുരളി പെരുന്നല്ലി, ET ടൈസൺ, UR പ്രദീപ്, NK അക്ബർ, KK രാമചന്ദ്രൻ, സേവ്യർ ചിറ്റലപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രദർശനമേളയ്ക്ക് മുന്നോടിയായി നടന്ന വിളംബര ഘോഷയാത്രയും മേളയുടെ മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. എൻ്റെ കേരളം തൃശ്ശൂർ ജില്ലാ പ്രദർശന വിപണന മേളയിൽ ആദ്യ ദിനം മുതൽ തന്നെ സന്ദർശകരുടെ സെൽഫി പോയിന്റായി മാറിയിരിക്കുകയാണ്. പൊതുമരാമത്ത് ടൂറിസം വകുപ്പുള്ള സ്റ്റാളുകൾ പരമ്പരാഗത കൃഷിരീതി മുതൽ നൂതന ആശയമായ V-പാർക്ക് പദ്ധതി വരെ സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റാളിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ആദ്യം കാണുക ടൂറിസം വകുപ്പ് ഒരുക്കിയ പരമ്പരാഗത കൃഷിരീതിയാണ്. നെൽകൃഷിയും ജലസേചനത്തിനായുള്ള ചക്രത്തിൻ്റെയും കുളത്തിൻ്റെയും മാതൃകകളും ഇവിടെയുണ്ട്. തൊട്ടടുത്തായി പുതുതലമുറയ്ക്ക് കാണാക്കാഴ്ചയായ പരമ്പരാഗത രീതിയിലുള്ള ഓലമേഞ്ഞ കുടിലും ഒരു കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കും. ബീച്ച് ടൂറിസത്തിന്റെ ഭാഗമായി ഒരുക്കിയ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനും തീരത്തേക്ക് ഒഴുകിയെത്തുന്നതുപോലെ പ്രൊജക്ടറിന്റെ സഹായത്തോടെ തോന്നിപ്പിക്കുന്ന കടൽ തീരവും കാരവാൻ ടൂറിസം പരിചയപ്പെടുത്തുന്നതിനായി വേദിക്ക് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന കാരവാനും കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ അതിശയിപ്പിക്കും. PWDയുടെ പാലങ്ങൾക്കിടയിൽ പാർക്കും ജിമ്മും ഒരുക്കുന്ന പദ്ധതിയായ V-പാർക്കിന്റെ മാതൃകയും നിർമ്മാണം പൂർത്തിയായതും നടക്കാനിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ വിവിധ പാലങ്ങളുടെയും റോഡുകളുടെയും കെട്ടിടങ്ങളുടെയും മാതൃകകളും സന്ദർശകരുടെ മനസ്സിൽ ഇടം പിടിക്കും. എക്സ്പീരിയൻസ് ടൂറിസവും റെസ്പോൺസിബിൾ ടൂറിസവും ഒരുമിച്ച് ചേർക്കുന്ന രീതിയിലാണ് സ്റ്റാൾ ഒരുക്കിയിട്ടുള്ളതെന്ന് തൃശൂർ DTPC ടൂർ കോർഡിനേറ്റർ രൂപേഷ് പറഞ്ഞു. കേരള ടൂറിസത്തിൻ്റെയും അതുപോലെ തന്നെ PWDയുടെയും കൂടിയിട്ടുള്ള സംയുക്തമായിട്ടുള്ളൊരു സ്റ്റാളാണിത്. ഇവിടെ എക്സ്പീരിയൻസ് ടൂറിസവും അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ടൂറിസം ക്ലബ്ബ് ചെയ്തിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പരമ്പരാഗത കൃഷിശൈലിയും അതുപോലെ തന്നെ പരമ്പരാഗത കർഷക കുടുംബവും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബീച്ച് ടൂറിസത്തെ പരിചയപ്പെടുത്തുന്ന വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനും അതുപോലെ തന്നെ ബീച്ചും ഇപ്പുറത്തെ V-പാർക്ക് എന്ന് പറയുന്ന PWDയുടെ പാലത്തിന് കീഴെ ഓപ്പൺ ജിമ്മ് പോലുള്ള സൗകര്യങ്ങളും ചെറിയ കളി ഉപകരണമായിട്ടുള്ള കുട്ടികളുടെ പാർക്കും അതോടൊപ്പം തന്നെ ഹിൽ ടൂറിസത്തെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് ടൂറിസത്തിൻ്റെയും PWDയുടെയും സ്റ്റാൾ വരുന്നത്. ഉദ്ഘാടന ചടങ്ങിനു ശേഷം സ്റ്റാളുകൾ സന്ദർശിക്കാനെത്തിയ മന്ത്രിമാരായ കെ രാജനും ആർ ബിന്ദുവും കുടിലിനു മുന്നിൽ മാധ്യമങ്ങൾക്കായി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതും പാലത്തിലൂടെ നടന്നതും സന്ദർശകർക്ക് ആവേശം പകർന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലഹരിക്കെതിരെ ലക്ഷങ്ങൾ ചെലവഴിച്ച് പദ്ധതികളും ബോധവൽക്കരണവും സംഘടിപ്പിക്കുന്ന സർക്കാർ ലഹരി കേസ് പ്രതിയായ വേടൻ്റെ സംഗീതനിശ സംഘടിപ്പിച്ചതിന് എക്സൈസ് വകുപ്പ് മന്ത്രി മറുപടി പറയണമെന്ന് പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പറഞ്ഞു. സംഗീതനിശയിൽ കോട്ട മൈതാനത്ത് പൊതുമുതൽ നശിപ്പിച്ചതായും
ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. 100 കണക്കിന് മദ്യക്കുപ്പികളാണ് സംഗീതനിശയ്ക്ക് ശേഷം കണ്ടെത്തിയതെന്നും വൈസ് ചെയർമാൻ ആരോപിച്ചു. ലഹരിമുക്ത കേരളത്തിനായി സർക്കാർ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന വേളയിൽ സർക്കാർ വാർഷികത്തിൽ ലഹരി കേസിൽ പിടിയിലായ വേടനെ പങ്കെടുപ്പിച്ചതിൽ എക്സൈസ് മന്ത്രി മറുപടി പറയണമെന്ന് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കൃഷ്ണദാസ്. വേടന്റെ പരിപാടി നടന്ന കോട്ടമൈതാനത്ത് പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും നഷ്ടപരിഹാരം ഈടാക്കാൻ നഗരസഭ നടപടി സ്വീകരിക്കുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. പക്ഷേ ഇതിൽ ഏറ്റവും നിർഭാഗ്യകരമായ ഒരു സംഗതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ തന്നെ ലക്ഷങ്ങൾ ചെലവഴിച്ച് ലഹരിമുക്ത കേരളം എന്നൊരു പരിപാടി വലിയ തോതിൽ നടപ്പാക്കുന്നില്ല. ഇത് എക്സൈസ് മന്ത്രിയുടെ നാട് കൂടിയാണ്. എക്സൈസ് മന്ത്രിയുടെ നാട്ടിൽ തന്നെ ലഹരിമുക്ത കേരളം എന്ന വലിയൊരു മുദ്രാവാക്യം കേരളത്തിൽ മുഴുവൻ നടന്ന് പറയുന്ന ആൾ തന്നെ 4ാം വാർഷികത്തിൻ്റെ പരിപാടിയിൽ ഒരു NDPS കേസിലെ പ്രതിയെ കൊണ്ടാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ്. അതുമാത്രമല്ല, ആ ഗ്രൗണ്ടിൽ പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. 100 കണക്കിന് മദ്യ ബോട്ടിലുകൾ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ നാശനഷ്ടം പാലക്കാട് നഗരസഭ കണക്കാക്കിയിട്ട് പട്ടികജാതി വകുപ്പാണ് ഇപ്പോൾ ഈ ഗ്രൗണ്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ സംഘാടകരോട് ഇതിൻ്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെടാനായിട്ടുള്ള നടപടികളുമായി പാലക്കാട് നഗരസഭ മുന്നോട്ട്. നഷ്ടം കണക്കാക്കില്ല. ഇടത് സർക്കാരിന്റെ 4ാം വാർഷികത്തിലാണ് സാംസ്കാരിക വകുപ്പും പട്ടികജാതി വികസന വകുപ്പും ചേർന്ന് കോട്ടമൈതാനിയിൽ വേടന്റെ സംഗീത നിശ സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരെ ലക്ഷങ്ങൾ ചെലവഴിച്ച് പദ്ധതികളും ബോധവൽക്കരണവും സംഘടിപ്പിക്കുന്ന സർക്കാർ പരിപാടിയിൽ തന്നെ കഞ്ചാവ് കേസിൽ പിടിയിലായ വേടനെ പങ്കെടുപ്പിച്ചതിനെതിരെയാണ് നഗരസഭ വൈസ് ചെയർമാൻ കൃഷ്ണദാസ് രംഗത്ത് വന്നത്. ഇക്കാര്യത്തിൽ എക്സൈസ് മന്ത്രി മറുപടി പറയണമെന്നും കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. 3000-ഓളം പേർക്ക് സൗകര്യമുള്ള ചെറിയ കോട്ടമൈതാനിയിൽ വേടന്റെ പരിപാടിക്കായി എത്തിയത് 10,000-ലധികം പേരാണ്. തിരക്കിൽപ്പെട്ട് 15-ലധികം പേർക്ക് പരിക്കേറ്റു. നിരവധി പേർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. ജനത്തിരക്കിൽ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടു. 100 കണക്കിന് മദ്യക്കുപ്പികളാണ് പരിപാടിക്ക് ശേഷം കോട്ടമൈതാനിയിൽ നിന്ന് കണ്ടെത്തിയത്. സർക്കാർ പരിപാടിയായതുകൊണ്ട് സൗജന്യമായാണ് മൈതാനം വിട്ടുനൽകിയത്. എന്നാൽ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടതുകൊണ്ട് നഷ്ടപരിഹാരം ഈടാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുതുരുത്തിയിൽ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. ഷൊർണൂർ നിയോജകമണ്ഡലം MLA P മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. എൻഫോഴ്സ്മെന്റ് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് ആണെങ്കിലും അതുപോലെ തന്നെ എക്സൈസ് ആണെങ്കിലും മറ്റ് സംവിധാനങ്ങളാണെങ്കിലും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും ഗവൺമെന്റിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ രൂപത്തിൽ ഇതിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിന് പ്രയോജനമൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ പിന്മാറുന്നുണ്ട്. ഇത് ശരിയല്ല എന്നുള്ള തോന്നലുണ്ട്. ഇതൊരു മോശപ്പെട്ട പണിയാണ് ഞാൻ നടത്തുന്നത് എന്ന്, ഇതൊരു മോശപ്പെട്ട പണിയുടെ ഭാഗമായിട്ട് ഞാൻ മാറിയിരിക്കുന്നു എന്ന്. അതൊക്കെ ഇപ്പോൾ സാധാരണഗതിയിൽ മധ്യവയസ്കരായ ആളുകൾ, കുറച്ച് പ്രായം ചെന്ന ആളുകൾ ശരി. ഇപ്പോൾ അവരുടെ ഭാവി തലമുറയുടെ കാഴ്ചപ്പാട് വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ യുവാക്കളെയും അവരുടെ ഭാവി പൗരന്മാരായിട്ട് വരുന്ന ആളുകൾ. ഈ മുദ്രാവാക്യവുമായി സംസ്കൃതി ചെറുതുരുത്തി ലഹരിക്കെതിരെ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഞാനും എൻ്റെ കുടുംബവും പങ്കാളികളാകുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. സംസ്കൃതി പ്രസിഡന്റ് KV ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ചു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയായി. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ET രാജേഷ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം KR ഗിരീഷ്, സെക്രട്ടറി AR ബാബു, MN ബർജിലാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കവിതാ ഗീതാനന്ദൻ അവതരിപ്പിച്ച ലഹരി വിരുദ്ധ ഓട്ടംതുള്ളൽ, ജനഭേരി ഷൊർണൂർ അവതരിപ്പിച്ച നാടകവും അരങ്ങിലെത്തി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. എടത്തറ യങ് മെൻസ് അസോസിയേഷൻ ക്ലബിന്റെ രക്ഷാധികാരിയും സജീവ സാന്നിധ്യവുമായിരുന്ന അന്തരിച്ച C ശശിധരന്റെ അനുസ്മരണം ക്ലബ് അങ്കണത്തിൽ സംഘടിപ്പിച്ചു. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. കാര്യങ്ങൾ നടത്തണമെന്ന് ഒരു ഇച്ഛാശക്തിയുള്ള ആളാണ്. ഒരുപക്ഷെ ഈ പ്രദേശത്ത് VSSനെ നയിക്കുന്നതിലും ഈ ക്ലബിനെ നയിക്കുന്നതിലൊക്കെ ഒരു നിർണായക പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ടോ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ, സ്വഭാവം അങ്ങനെയാണ്. ആരും മുഷിപ്പിക്കില്ല. എന്നാൽ പറയേണ്ടിടത്ത് കണിശമായി പറയാനുള്ള നല്ല കപ്പാസിറ്റിയുള്ള, നല്ല കഴിവുള്ള ആളാണ്.
ക്ലബ്ബ് പ്രസിഡന്റ് KB കലാധര പണിക്കർ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി ലിബിൻ വലിയപറമ്പിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ VSS ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M രവീന്ദ്രൻ, വിനയൻ മാസ്റ്റർ, PK ജനാർദ്ദനൻ, KC മുരളീധര പണിക്കർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ ടീം റെഡ് ഈഗിൾസും അറ്റ്ലസ് കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ST മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. അർബൻ ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർ അബ്ദുൾ റഹ്മാൻ, ക്ലബ്ബ് രക്ഷാധികാരി അസ്കർ, പ്രശാന്ത് മാസ്റ്റർ, അറ്റ്ലസ് കണ്ണാശുപത്രിയിൽ ഡോക്ടർ സിബിൻ മാത്യു, ക്ലബ്ബ് അംഗങ്ങളായ റിയാസ്, അല്ലു, അൻസാർ, ജയരാജൻ, ഷക്കീർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് വീട്ടി നൽകിയ സംഭാവനകൾ അതുല്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ചരിത്രത്തിൽ തന്നെ വിശിഷ്ട സാഹിത്യകൃതികൾ നമുക്ക് ലഭിക്കാനായത് വീട്ടിയിലൂടെയാണെന്നും മുഖ്യമന്ത്രി. വീട്ടി ഭട്ടതിരിപ്പാട് സാംസ്കാരിക സമുച്ചയം നാട്ടിൽ സമർപ്പിച്ച മുഖ്യമന്ത്രി. എൻ്റെ കേരളം തൃശൂർ ജില്ലാ പ്രദർശന വിപണന മേളയ്ക്ക് തൃശൂരിൽ തുടക്കം. വർണ്ണാഭമായ ഘോഷയാത്രയിൽ പങ്കെടുത്തത് നിരവധി പേർ. പരമ്പരാഗത കൃഷിരീതി മുതൽ നൂതന ആശയമായ വി പാർക്ക് വരെ മേളയിൽ സെൽഫി പോയിന്റുകളായി സ്റ്റാളുകൾ. ലഹരിക്കെതിരെ ലക്ഷങ്ങൾ ചെലവഴിച്ച പദ്ധതികളും ബോധവൽക്കരണവും സംഘടിപ്പിക്കുന്ന സർക്കാർ. ലഹരി കേസ് പ്രതി വേടന്റെ സംഗീതനിശ സംഘടിപ്പിച്ചതിന് എക്സൈസ് വകുപ്പ് മന്ത്രി മറുപടി പറയണമെന്ന് പാലക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കൃഷ്ണദാസ്. സംഗീതനിശയിൽ കോട്ടമൈതാനത്ത് പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളുമെന്നും വൈസ് ചെയർമാൻ. സംഗീത നിശയ്ക്ക് ശേഷം നൂറുകണക്കിന് മദ്യക്കുപ്പികളാണ് കണ്ടെടുത്തതെന്നും നഗരസഭാ വൈസ് ചെയർമാൻ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.